ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ KSRTC സൈഡിൽ കൂടി പൊന്മുടിയുടെ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പൊന്മുടി ടൂർ പാക്കേജിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പൊന്മുടി KSRTCയുടെ പൊന്മുടി പാക്കേജിൽ രണ്ട് സ്ഥലത്തു നിന്നാണ്, ട്രിവാൻഡ്രം ടെസ്റ്റ് സെന്ററിൽ നിന്നും വിതുര ഡിപ്പോയിൽ നിന്നുമാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം KSRTCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക. KSRTCയുടെ ഒഫീഷ്യൽ സൈറ്റ് അഡ്രസ്സ് ഞാനിപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. kerala.rtc.com എന്നാണ്. കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജിൽ ബുക്ക് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് ഓപ്പൺ ആയി വരും. ആ പോപ്പപ്പും ക്ലോസ് ചെയ്ത് കളയുക. ഇനി നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഈ സെർച്ചിൻ ഓപ്ഷനിൽ ട്രാവലിംഗ് ഫ്രം എന്ന് പറയുന്ന സ്ഥാനത്ത് ബഡ്ജറ്റ് ടൂറിസം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ബഡ്ജറ്റ് ടൂറിസം. അപ്പോൾ അവിടെ ഒരു ബഡ്ജറ്റ് ടൂറിസം BU എന്ന് അടിക്കുമ്പോൾ തന്നെ ഒരു ബഡ്ജറ്റ് ടൂറിസം കാണിക്കും. അത് സെലക്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഗോയിങ് ടു എന്ന് പറയുന്ന ഓപ്ഷനകത്തേക്ക് ഇപ്പോൾ രണ്ടെണ്ണമാണ് കാണിക്കുന്നത്, ട്രിവാൻഡ്രം പൊന്മുടി, വിതുര പൊന്മുടി. അപ്പോൾ ഇതുപോലെ ഇനിയും ഫ്യൂച്ചറിൽ KSRTC ആഡ് ചെയ്യുന്ന ടൂറിസം പാക്കേജുകൾ ഇതിനകത്തേക്ക് വരും. ഇപ്പം നിലവിൽ ട്രിവാൻഡ്രം പൊന്മുടിയും വിതുര പൊന്മുടിയുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിതുര പൊന്മുടിയുടെ ബുക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടും സെയിം ആണ്. ട്രിവാൻഡ്രം നിങ്ങൾക്ക് എവിടുന്നാണോ നിങ്ങൾ പൊന്മുടി പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രിപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വിതുര പൊന്മുടി സെലക്ട് ചെയ്തു. ഇനി ഈ ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന 10th-നാണ്. അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന 10th-നാണെന്ന് ഇരിക്കുന്നത്. ഇപ്പോൾ 10th-നാണ് KSRTC ഒരു ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് സാറ്റർഡേ. അപ്പം ആ 10th ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെർച്ച് ബസ്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ സെർച്ച് ബസ്സസ് കൊടുക്കുമ്പോൾ നമുക്ക് പൊന്മുടി ഏതൊക്കെ സ്ലോട്ടുകളാണ് ഉള്ളതെന്ന് കാണിക്കും. അപ്പം വിതുര പൊന്മുടി മെയ് 10th-ന് ചാർട്ട് ചെയ്തിരിക്കുന്നത് 7 മണിക്കൂർ ട്രിപ്പുണ്ട്. 3.5 മണിക്കൂറാണ് ട്രിപ്പിന്റെ ഡ്യൂറേഷൻ. പിന്നെ 7 മണി കഴിഞ്ഞാൽ പിന്നെ 11 മണിക്കൊരു ട്രിപ്പുണ്ട്. അത് കഴിഞ്ഞ് 15 മണി എന്ന് പറയുമ്പോൾ വൈകുന്നേരം 3 മണി. ഇങ്ങനെ 3 ട്രിപ്പുകളാണ് KSRTC ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 200 രൂപയാണ് എൻട്രി ഫീ ഒരു ടിക്കറ്റിന് വരുന്നത്. അപ്പോൾ ഈ ടിക്കറ്റിന്റെ ഇതിനകത്ത് ഇവിടെ ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ട്, പൊന്മുടി എൻട്രി ഫീ ഇൻക്ലൂഡഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊന്മുടിയിൽ ഒരു 40 രൂപ എൻട്രി ഫീ, നമുക്കറിയാം പൊന്മുടിയിലേക്ക് പോകുന്നവർക്ക് ഒരു 40 രൂപ എൻട്രി ഫീ ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം. അപ്പോൾ ആ ഒരു എൻട്രി ഫീ കൂടി ഈ ഒരു 200 രൂപ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. 3.5 മണിക്കൂറിൽ പൊന്മുടി കണ്ടുവരാനുള്ളൊരു പാക്കേജാണ്. അതിൽ നമുക്ക് വിതുര എത്തിച്ചേരുക, വിതുര ഡിപ്പോയിൽ എത്തിച്ചേരുക. ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ആ പറയുന്ന ടൈമിൽ വിതുരയിൽ എത്തിച്ചേരുക. അപ്പോൾ 7 മണിയുടെ സ്ലോട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വളരെ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും രാവിലെ ടൈമിലൊക്കെ. അതുപോലെ വൈകുന്നേര ടൈമിലും നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സ്ലോട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലോട്ട് എടുക്കുക. ഇപ്പം ഞാൻ 7 മണിയുടെ ബുക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 7 മണിക്കുള്ള സ്ലോട്ട് പൊന്മുടി എൻട്രി ഫീ 40 രൂപ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ടോട്ടൽ 200 രൂപയാണ് ടിക്കറ്റ് ഫെയർ. വിതുര ഡിപ്പോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഇവിടെ വ്യൂ ഓൾ സിറ്റീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന സ്ഥലങ്ങൾ കാണിക്കും. അപ്പോൾ ആ സ്ഥലങ്ങൾ ഏതാണെന്ന് നോക്കുക. അതിലിവിടെ കാണിച്ചിട്ടുണ്ട് വിതുര, കല്ലാർ, മീൻമുട്ടി, ഗോൾഡൻ വാലി, പൊന്മുടി. ഇത്രയും സ്ഥലങ്ങളാണുള്ളത്. അതിൽ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, സീറ്റ് നമ്പർ മേ വേരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഇതേ സീറ്റ് നമ്പർ തന്നെ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അത് ഓപ്പറേഷണൽ എഫിഷ്യൻസിക്ക് വേണ്ടി KSRTC സീറ്റ് നമ്പേഴ്സ് മാറാം ടൂറിസം പർപ്പസിനായതുകൊണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സെലക്ട് സീറ്റ്, 7 മണിയുടെ സ്ലോട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സെലക്ട് സീറ്റ്സ് കൊടുക്കുക. അപ്പോൾ സീറ്റിന്റെ ലേഔട്ട് കാണിക്കും. ഇത്രയും സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏത് സീറ്റാണോ വേണ്ടത് ആ സീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിലത്തെ ഈ സീറ്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 7 മണി KSRTC ബസ് സ്റ്റാൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡ്രോപ്പ് പോയിന്റിനകത്ത് ഓൾറെഡി അത് വരുന്നുണ്ട്, ഡ്രോപ്പ് അറ്റ് ബസ് സ്റ്റേഷൻ വിതുര പൊന്മുടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊന്നും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. വിതുര പൊന്മുടി 10:30-ക്ക് തിരിച്ചെത്തുമെന്നാണ് കാണിക്കുന്നത്. 7 മണിക്ക് വിതുരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് പൊന്മുടി പോയിട്ട് വിതുരയിൽ 10:30 മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് കാണിക്കുന്നത്. 200 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ഫെയർ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇനി പ്രൊവൈഡ് പാസഞ്ചർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. പേരെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഏജ് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ടു പേ ഡീറ്റെയിൽസ്, ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ ഇതിൻ്റെ ബ്രേക്കപ്പ് കാണിക്കും. നിങ്ങൾക്ക് ടോട്ടൽ ഫെയർ വരുന്നത് 213 ആണ്. അതിൽ
പ്രൊസീഡ് ടു പേ ഡീറ്റെയിൽസ് കൊടുക്കുക. അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ ബിൽ ഡെസ്ക് ആണുള്ളത്. പേ നൗ ത്രൂ ബിൽ ഡെസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു UPI ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, QR കോഡ് ഓപ്ഷൻ ഉണ്ട്. QR കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാം. UPI ID ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ UPI ID സെലക്ട് ചെയ്ത് കൊടുക്കാം, UPI ID എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മേക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ UPI IDയിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ വിതുര പൊന്മുടി എന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പം 3 ട്രിപ്പാണ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. രാവിലെ 7 മണി, 11 മണി, ഉച്ചയ്ക്ക് 11 മണി, പിന്നെ വൈകുന്നേരം 3 മണി. അങ്ങനെ 3 ട്രിപ്പുകളാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ലോട്ട് സെലക്ട് ചെയ്യുക, ബാക്കി ബുക്കിംഗ് ചെയ്യാം. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്നത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബഡ്ജറ്റ് ടൂറിസം സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രിപ്പ് സെലക്ട് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക. സെർച്ച് ബസ്സസ് കൊടുക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വരും. KSRTCയുടെ സൈറ്റ് ഒന്നുകൂടി ഞാൻ പറയാം. kerala.rtc.com എന്നാണ്. ആ സൈറ്റിൽ കയറി വേണം ബുക്ക് ചെയ്യാൻ. അത് അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഈ ഒരു സൈറ്റിലേക്കും കയറാം. ഈ ഒരു ഡൊമൈൻ ലിങ്ക് കൊടുത്ത് നിങ്ങൾക്ക് കയറാം. ഓൺലൈൻ KSRTCSwift.com എന്ന് പറയുന്ന ഡൊമൈൻ ലിങ്ക് കൊടുത്തും കയറാം. അല്ലെങ്കിൽ KSRTCയുടെ ഒറിജിനൽ സൈറ്റായ kerala.rtc.com എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാൽ നിങ്ങൾ ഈ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ തീർച്ചയായും പൊന്മുടി പാക്കേജ് ഓപ്റ്റ് ചെയ്ത് നോക്കുക. ഈ വരുന്ന സെക്കൻഡ് സാറ്റർഡേ 10th ആദ്യത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രം പൊന്മുടിയും നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാം. അതിനകത്ത് എൻട്രി ഫീ ഇൻക്ലൂഡഡ് അല്ല. പൊന്മുടിയുടെ എൻട്രി ഫീ അതിൽ ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ഈ ഒരു പാക്കേജിൽ, വിതുരയിൽ നിന്നുള്ള ഈ ഒരു പാക്കേജിൽ പൊന്മുടിയുടെ എൻട്രി ഫീ കൂടി ഇൻക്ലൂഡ് ചെയ്താണ് 200 രൂപ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു പാക്കേജാണ്. നിങ്ങൾ ഈ ഒരു ട്രിപ്പിനോടൊപ്പം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.